കാണുന്നത്. സ്വന്തം വർഗമെന്നോ അന്യരെന്നോ അങ്ങനെയുള്ള യാതൊരു വ്യത്യാസവും ഇല്ലാതെ ആക്രമണം, കൊലപാതകങ്ങൾ, കൊള്ളയടിക്കൽ ഈ നടപടികളുമായി തിമൂർ മുമ്പോട്ട് പോകുന്നു. കാസ്പിയൻ കടൽത്തീര പ്രദേശങ്ങൾ, വോൾഗ നദീതീരങ്ങൾ, ബാഗ്ദാദ്, കർബല, വടക്കൻ ഇറാഖ്, പേർഷ്യൻ രാജ്യങ്ങൾ, ഇങ്ങനെ നീണ്ടു പോകുന്നു തിമൂർ പിടിച്ചടക്കിയ സാമ്രാജ്യങ്ങൾ. തിമൂറിന്റെ ആജീവനാന്ത ജീവിതത്തിലെ ശക്തരായ എതിരാളികളിൽ ഒരാളായിരുന്നു ചെങ്കിസ് ഖാന്റെ പിൻഗാമിയായിരുന്ന തോക്തമിഷ്. ഖ്വാസിസം, അസർബൈജാൻ എന്നീ പ്രദേശങ്ങളുടെ അവകാശ തർക്കവുമായി ഇരുവരും തമ്മിൽ നല്ല ശത്രുതയിലായിരുന്നു. എങ്കിൽ പോലും റഷ്യയുടെ കടുത്ത ആക്രമണമുണ്ടായപ്പോൾ തിമൂർ തോക്മിഷിനെ സഹായിക്കുന്നതായി കാണാം. മോസ്കോയിൽ തിമൂർ അതിക്രൂരമായ തൻ്റെ വിളയാട്ടങ്ങൾ കാഴ്ചവെച്ചു. പക്ഷേ പിന്നീട് മോസ്കോയെ സംരക്ഷിക്കുന്ന ഒരു കന്യകയുടെ ദർശനം അദ്ദേഹത്തിന് ഉണ്ടായിട്ട് ഈ ശ്രമം ഉപേക്ഷിച്ച് തിമൂർ പിന്തിരിഞ്ഞു എന്ന് റഷ്യൻ ചരിത്രകാരന്മാർ പറയുന്നു. 1383 തിമൂർ പേർഷ്യൻ രാജ്യങ്ങളുടെ മേൽ കണ്ണുവെക്കുന്നത്. അന്ന് പേർഷ്യൻ രാജ്യങ്ങൾ അടക്കി ഭരിച്ചിരുന്ന കാർദിദ് രാജവംശമായിരുന്നു. അതിൻ്റെ തലസ്ഥാനമായ ഹെറാത്തിൽ തിമൂർ ഇറങ്ങി ഒരു ഭീഷണി മുഴക്കുന്നു, ഹെറാത്ത് തനിക്ക് കീഴടങ്ങണം എന്ന്. എന്നാൽ അന്നത്തെ രാജാവായിരുന്ന ഖ്വാസ മസൂദ് തിമൂറിൻ്റെ ഈ ഭീഷണിയൊന്നും വകവച്ചില്ല. ഫലമോ അന്നവിടെ നടത്തപ്പെട്ട കൂട്ടക്കൊലകളുടെ അവശിഷ്ടങ്ങൾ ഒരുപാട് കാലം അങ്ങനെ തന്നെ നിലനിന്നിരുന്നു. പിൽക്കാലത്ത് 1415 തിമൂറിൻ്റെ മകനായിരുന്ന ഷാറൂഖാണ് ഈ പട്ടണം വൃത്തിയാക്കി പുനഃസ്ഥാപിച്ചെടുക്കുന്നത്. തിമൂറിൻ്റെ സ്വഭാവ രീതികളിൽ നിന്നൊക്കെയും തികച്ചും വ്യത്യസ്തമായിരുന്നു മകൻ ഷാറൂഖിൻ്റേത്. അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ പിടിച്ചെടുക്കുവാനായി ഒരു ബറ്റാലിയനെ തന്നെ തിമൂർ അയക്കുന്നുണ്ട്. സമാന്തരമായി മിക്ക പേർഷ്യൻ രാജ്യങ്ങളും പിടിച്ചടക്കി മുന്നേറിക്കൊണ്ടേയിരുന്നു. പടിഞ്ഞാറൻ സാഗ്രസ് പർവ്വതനിരകൾ, ടെഹ്റാൻ പട്ടണം ഇവയെല്ലാം തിമൂറിൻ്റെ അധീനതയിലായി. അങ്ങനെയിരിക്കെ ഖൊറാസാനിൽ നിന്നും തിമൂറിനെതിരെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. തിമൂറും സൈന്യവും കലാപക്കാരെ അതിക്രൂരമായി നേരിട്ടു. തടവുകാരെ ജീവനോടെ മതിലുകൾക്കുള്ളിൽ അടക്കം ചെയ്യുകയുണ്ടായി. എന്നാൽ സ്വയം കീഴടങ്ങപ്പെട്ട പ്രദേശങ്ങളോട് വളരെ ഉദാരവും കരുണാമയവുമായി പെരുമാറുന്നതും കാണാം. പിടിച്ചെടുത്ത എല്ലാ സ്ഥലങ്ങളിലും തിമൂർ ഭാരിച്ച നികുതി ഏർപ്പെടുത്തി. ഈ നികുതി പിരിവുകാരെയും തിമൂറിന്റെ ചില സൈനികരെയും കൊന്നുകൊണ്ട് ഇസ്ഫാൻ നഗരത്തിൽ മറ്റൊരു കലാപം കൂടി അരങ്ങേറി.